ഏതാ പത്രം? ഏഷ്യാനോ? നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ ഏഷ്യാനിൻ്റെ അജണ്ടയിൽ എന്നെ കൊണ്ടുവരണ്ടെന്ന് അർത്ഥം. അത്രേ ഉള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള അജണ്ടയാണ്. അത് മന്ത്രിസഭക്കെതിരായിട്ടുള്ള അജണ്ടയുമാണ്. ആ അജണ്ടയിലേക്ക് എന്നെയും കൂടി ചേർക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നു കേട്ടോ. ഏഷ്യാനെറ്റിനെ പ്രധാനം വന്നോട്ടെ എന്ന് വിമർശിക്കുന്നതൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല. വിമർശനമൊന്നുമല്ല ഏഷ്യാനെറ്റിന്, സംഹാരപരമായ നിലപാടാണ്. എന്ത് വിമർശനം? അത് രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടാൽ മതി. ഒന്ന് സംഹാരം, മറ്റൊന്ന് വിമർശനം. വിമർശനത്തെ ശരിയായ രീതിയിൽ കാണുക, ഉൾക്കൊള്ളുക, ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. സംഹാരപരമായ നിലപാട് സ്വീകരിക്കുക, അത് തിരുത്താൻ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ ശ്രമം. നിങ്ങൾക്കതൊന്നുമല്ല നിങ്ങളുടെ ഉദ്ദേശം. ഇതേവരെയുള്ള നിങ്ങളുടെ എല്ലാ ചിത്രവും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളെല്ലാം മൂലധന നിക്ഷേപത്തിന്റെ വക്താക്കളെ പറ്റി നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അത്രയും നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. രാജീവ് ഞാൻ പോട്ടെ, ഞാൻ പറഞ്ഞില്ല. എന്തിനാ പ്രതിപക്ഷ നേതാവ് നാളെ പറയുന്നത് ഇന്നലെ തന്നെ ഏഷ്യാനെറ്റ് പറയുന്നില്ലേ? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നാളെ ഏഷ്യാനെറ്റ് വരുന്നില്ല. ഇന്നലെ ഏഷ്യാനെറ്റിൽ വന്നത് ഇന്നും കഴിഞ്ഞ് നാളെ പ്രതിപക്ഷ നേതാവ് പറയലാണ്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് യഥാർത്ഥത്തിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമയെല്ലാം തന്നെയാണ്.